നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ നെയ്ക്കുപ്പ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഇന്ന് രാവിലെ ഒരു കാട്ടാന ഓട്ടോറിക്ഷ തകർക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായി. നെയ്ക്കുപ്പ നമുക്കറിയാം, ആനയുടെ ശല്യം വളരെ രൂക്ഷമായിട്ട് നിൽക്കുന്ന വയനാട്ടിലെ ഒരു സ്ഥലമാണ് നെയ്ക്കുപ്പ പ്രദേശങ്ങളൊക്കെ. ഏതായാലും നമുക്ക് ആ ഒരു സംഭവം നടന്ന് ആ ഒരു സ്ഥലം ഒന്ന് നേരിട്ട് കാണാം കേട്ടോ. ഇതാണ് ഈ ഓട്ടോറിക്ഷ. ഈ റോഡെന്ന് പറഞ്ഞാൽ നെയ്ക്കുപ്പയിൽ നിന്ന് കുറച്ചുള്ളിലേക്കുള്ള ഒരു റോഡാണ്. നമുക്കറിയാം ഇപ്പോഴത്തൊക്കെ കാടൊക്കെ ഉണ്ട്, പക്ഷേ ജനവാസ മേഖല തന്നെയാണ്. ഇവിടെയൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ്. ഭാഗത്തൊക്കെ ഒത്തിരി വീടുകളുള്ളതാണ്. പക്ഷേ നെയ്ക്കുപ്പ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്ഥിരമായിട്ട് ആനയുടെ ശല്യമുള്ള ഒരു സ്ഥലമാണ്. ഇതുണ്ടോ, ഓട്ടോറിക്ഷ തകർത്ത് വച്ചിരിക്കുകയാണ്. ഓട്ടോറിക്ഷയുടെ ചില്ലും പോയി, അതുപോലെ തന്നെ ഈ ഫ്രണ്ട് വശം മൊത്തം പോയി കേട്ടോ. ഈ ചേട്ടൻ്റെയാണ് ഓട്ടോറിക്ഷ. ചേട്ടൻ്റെ പേരെങ്ങനെ ചേട്ടാ? സഹദേവൻ. ഇത് എപ്പോഴാണ് ഉണ്ടായേ? 4:10 അല്ലേ? ചേട്ടൻ ഇത് സ്വന്തം ഓടിക്കുന്ന ഓട്ടോയായിരിക്കും അല്ലേ? ഇവിടുന്ന് ഈ ഭാഗത്തുനിന്നാ? ഇവിടുന്ന് താഴെ നമ്മള് താഴെ ആണല്ലേ? വീടാണ്. താഴെ അവിടെ വണ്ടി വെച്ചിട്ട് അവിടെ കിടക്കുന്നത്. 4 മണിക്ക് ഇരിക്കും. 3:00 4:10 പോകും കടയിലേക്ക്. ഞാനവിടുന്ന് ഒരു 10 മീറ്റർ അങ്ങ് ഇറങ്ങിയുള്ളൂ. പെട്ടെന്ന് അവിടെ നക്കരന്ന് ഈ പടക്കെല്ലാം പിടിച്ചിട്ട് പോകാൻ പാഞ്ഞു വരുവല്ലേ. അവിടെ മടക്കം പിടിച്ച് വന്ന പാഞ്ഞു വന്നാ അവര് ഈ പോസ്റ്റിന്റെ അത്ര ആഴ്ച എത്തി. ഇത്ര അടുത്ത് ഞാൻ ഇറങ്ങി ഓടി. ഓടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പാലത്തിലേക്ക് കയറുമ്പോഴേക്കും വണ്ടിയും കൊണ്ട് എൻ്റെ പുറകെ എത്തി. വണ്ടിയും കുത്തിപ്പൊക്കിയിട്ട് വണ്ടിയും കൊണ്ട് പുറകെ എത്തി. വണ്ടി പൊക്കിയെടുത്തു. വണ്ടി ഒന്ന് പറയുന്നത് എന്നെ തട്ടി ഞാൻ അങ്ങോട്ട് വീണു. പാലത്തിലേക്കാണ് വീണ. പാലത്തിലേക്ക് രക്ഷപ്പെട്ട് റോഡിൽ വീണ. വണ്ടി തട്ടിയിട്ടാ ചേട്ടൻ വീണേ? അപ്പൊ റോഡ് വീണാ പോയി. ആണല്ലേ? കയറും. മേത്ത് കയറും. അവിടുന്ന് അവൻ പാലത്തിലേക്ക് കുത്തിയിട്ട് വണ്ടി വട്ടം തിരിഞ്ഞു ഇങ്ങോട്ട്. പാലത്തിനെ കുത്തിയിട്ടില്ല? കുത്തിയിട്ട് ഇങ്ങോട്ട് വട്ടം ഇങ്ങോട്ട് തിരിഞ്ഞു. എന്നിട്ട് അവൻ്റെ കൊമ്പ് ഊരിപ്പോയത്. ഇവിടെ കയറിയല്ലേ? കൊമ്പിലൊരു പീസ് കീഴുണ്ട്. വണ്ടി ഉണ്ടായിരുന്നു. അതെന്തി? അതവിടെ ഉണ്ട്. അവരെ അടുത്തൊന്നും പോയില്ല. മറ്റൊക്കെ വന്നവരൊക്കെ എടുത്തോണ്ട് പോയി. എന്നിട്ട് കീഴ് ആ സ്ഥലം ഒന്ന് കാണിച്ചു തരാമോ? താഴെ നമ്മളെ അങ്ങോട്ട് പോവാ. തക്കൂടെ വണ്ടിക്ക് തിരിച്ചു അതിന് പോവാം. ഇവിടുന്ന് കേട്ടോ ഈ ഓട്ടോറിക്ഷ കാട്ടാൻ ആക്രമിക്കുന്ന സംഭവം ഉണ്ടായത്. ചേട്ടൻ തന്നെ നേരിട്ട് കാര്യങ്ങൾ പറയും. ഇവിടുന്നാണ് ചേട്ടാ ഉണ്ടേ? ഇവിടുന്ന് ആ പാലത്തിന്റെ അവിടെ എത്തിയുള്ളതാണ്. ആ പോസ്റ്റിന്റെ അവിടെ എത്തിയ സാധനം അവിടെ എത്തിയുള്ളൂ. ഞാൻ വണ്ടി ഇട്ടിട്ട് ഇറങ്ങി ഓടി. ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഈ ഇത് കുത്തിയിട്ട് ഇവിടെ കൊണ്ടുവന്നു. അവിടെ കിടന്ന വണ്ടി ഇവിടെ എത്തിച്ചു. ഞാൻ ഇവിടെ എത്തിയപ്പോൾ ആ പോസ്റ്റിന്റെ അവിടെ കിടന്ന വണ്ടിയോ? അല്ല, ഇവിടെ ഈ പാലത്തിന്റെ അവിടെ പോസ്റ്റിലെത്തി ആന. ഓ, ഇവിടെ 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 കിടന്ന വണ്ടി അല്ലേ? ഏകദേശം ഒരു 10-20 മീറ്റർ എങ്കിലും നിൽക്കില്ലേ? ഇതന്നെ അവിടുന്ന് ഒരു 10-15 മീറ്റർ ആ പോസ്റ്റ് ആയിട്ട്. ആണല്ലേ? ഇത്രയും ദൂരം ഇറങ്ങി ഓടി. ഞാൻ ഇവിടെ എത്തിയപ്പോൾ ആനയും വണ്ടിയും കൊണ്ട് ഇവിടെ എത്തി. ഓ, വണ്ടി കുത്തി കൊണ്ടുവന്നു. കൊമ്പേന്ന് ഇറങ്ങി പോയില്ലായിരിക്കും വണ്ടി. കൊമ്പേ കുടുങ്ങിപ്പോയി. പോയി. ഞാനിവിടെ വന്നപ്പോഴേക്കും വണ്ടി തട്ടി ഞാൻ അങ്ങോട്ട് വീണു. ഓഹോ, ഇത്തലോട്ട് വീണു. പാലത്തേലേക്ക് വീണു. ഇങ്ങനെ തിരിഞ്ഞു പോയി. എന്നിട്ട് അത് ഇവിടെ പിന്നെ അങ്ങ് പോവാണോ? ഇത് അവിടെ ഊരി വിട്ടു പോവാല്ലേ? നേരെ പോവാ. ഈ വഴി എങ്ങോട്ടാ പോകുന്നത്? ഇതുവഴി നമ്മൾ പാക്കർമല പോകും. കോളനിയിലേക്കാ? ഞങ്ങോട്ട് പോയാൽ AKG പള്ളീൻ്റെ അങ്ങോട്ട് കയറും. ആണല്ലേ? നെയ്ക്കുപ്പ അല്ലേ ഈ സ്ഥലം? നെയ്ക്കുപ്പ. ചേട്ടൻ എന്താ ചെയ്യുന്നേ? ഞാൻ നടവിൽ കഞ്ഞിക്കട. കട. രാവിലെ കടയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയായിരിക്കും അല്ലേ? 12 വർഷമായി ആണല്ലേ? കഞ്ഞിക്കട. ഓഹോ. ഇടയ്ക്കൊക്കെ മുട്ടലുണ്ട്. പരിക്ക് എന്തെങ്കിലും പറ്റിയോ? പരിക്ക് കുറച്ച് കാര്യം ഇതൊക്കെ പൊട്ടിയിട്ടുണ്ട്. ചെറുതായിട്ട് തോലുള്ളൂ അല്ലേ? ഇതിന് മുന്നേ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ തട്ടുമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വെക്കും. ഒഴിവുള്ള സ്ഥലത്താണെ മാറും. മാറാൻ സ്ഥലമുള്ളതാണെങ്കിൽ മാറി വെക്കും. പല പ്രാവശ്യം ഉണ്ടായിരുന്നു. ഓഹോ, ഇത് സ്ഥലം കുറവായതുകൊണ്ടല്ലേ? ഇതിപ്പം പെട്ടുപോയില്ല. ഈ ഭാഗത്തൊക്കെ സ്ഥിരം ആന ഇറങ്ങുന്നല്ലേ? എന്നും ഇറങ്ങുന്നില്ല. രാത്രി പുറത്തിറങ്ങാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? രാത്രി എന്ത് കാര്യമൊന്നും പറയണ്ട. ചിലപ്പോൾ 6:00 ഇറങ്ങി വരിക. ഓ, 6:30 ഇവിടെ ഉണ്ടാവും അല്ലേ? ഞാനൊരു 4:10 ഒക്കെ ആകുമ്പോൾ ഞാൻ പോകും. തൊട്ട് പുറകെ ഫോറസ്റ്റ് അല്ല ഇത് കാണുന്നത്? ഫോറസ്റ്റുകാരും എല്ലാം വന്നായിരുന്നോ? എല്ലാവരും വന്നു. എന്താ പറഞ്ഞേ? ഫോറസ്റ്റുകാർ വണ്ടി എന്തിനു വരും നോക്കും. മണികണ്ഠൻ എന്നൊരു ഫോറസ്റ്റ് ഉണ്ട്. പുള്ളി നമ്മുടെ പഴയ ആളാ. പുള്ളി വന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എഞ്ചിനീയറെ വിളിച്ച് വർക്ക്ഷോപ്പിൽ കൊണ്ടുവച്ചു. അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്തിട്ട് നന്നാക്കി തരാന്ന് പറഞ്ഞു. നന്നാക്കി തരാൻ കൊടുക്കാൻ പറഞ്ഞു.
നമ്മൾ പ്രതികരിച്ചിട്ടൊന്നും കാര്യമില്ല. അതെ അതെ അതെ. പ്രതികരിച്ചാൽ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ അവരോട് സൗമ്യമായിട്ട് നിൽക്കുക. എന്നാ വണ്ടിയെങ്കിലും നന്നാക്കി കിട്ടും അല്ലേ അവസ്ഥ. കൊമ്പം കുത്തിയിട്ട് 1 മാസം പ്രതികരിച്ചിട്ടാണ് ഒരു പൈസ കിട്ടിയിട്ടില്ല. കിട്ടൂല. ഏതിനാ ഈ വയലിന്റെ മൂൾ ഭാഗത്താണ് പോത്തിനെ കട പിടിച്ചത്. പ്രതിഷേധം ഭയങ്കരമായിട്ട് വെറുതെ ഫോറസ്റ്റുകാരെല്ലാം തരും പറഞ്ഞ ആളുകൾ രാഷ്ട്രീയമായിട്ട് നടക്കുന്ന ആളുകളെ വന്ന് ഭയങ്കര കച്ചവടപ്പാടാക്കി നടയിൽ പോയി ഭയങ്കര സമരം ചെയ്തു. ഒരു പൈസ ചെക്കനെതിരെ കിട്ടി. ഒരു പൈസ കിട്ടിയില്ല. സമരം ചെയ്തു. ഇതൊന്നും മിണ്ടായിരുന്നോണ്ട് അവർ തന്നു അല്ലേ. എന്തായാലും മിണ്ടി കഴിഞ്ഞാൽ ഒരു പ്രതികാരമാക്കി കളികളെ നടക്കൂല. ഇത് നിങ്ങൾ സ്ഥിരം ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാറില്ല. 15-20 ദിവസമായിട്ട് സ്ഥിരമായിട്ട് ആന ഇറങ്ങുന്നത്. ഈ ഇന്ന് രാവിലെ 4 മണിക്കാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അവിടെ നിന്ന് ഞാൻ വിളിച്ചു പോകുന്നുണ്ട്. പക്ഷെ പുള്ളി ഇത് വണ്ടി സ്റ്റാർട്ടാക്കിയ കൊണ്ട് ഇത് കേൾക്കുന്നില്ല. പിന്നെ മഴ ചെറുതായിട്ട് ചാരിക്കൊണ്ട് പിന്നെ ആന കാറിയപ്പോൾ പിന്നെയും നമ്മൾ പോയിട്ടും കേട്ടില്ല. അവിടെ നിന്ന് ഓടിച്ച് വന്നാന്ന് തോന്നുന്നു. അവിടെ നിന്ന് ഫോറസ്റ്റുകാരുണ്ടായിരുന്നു. അടക്കം പൊട്ടിച്ച് ഇറങ്ങി വന്നാ അതാ കലിപ്പിലിങ്ങനെ പാഞ്ഞു വന്നപ്പോ അവിടെ വന്നപ്പോ ആന കാറി. വണ്ടി എന്റെ ലൈറ്റ് കണ്ടപ്പോഴേക്കും ഇങ്ങനെ പോയാ കാട്ടിലേക്ക് കയറാൻ വഴിയുണ്ടോ? കയറാൻ വഴിയുണ്ടല്ലേ? ഇതിൽ തന്നെ ഇറങ്ങി വരുന്ന ദിവസം ഇതിൽ തന്നെ വരുന്നത് ആണല്ലേ. അപ്പൊ നിങ്ങക്ക് വൈകിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഒരു ആശുപത്രി കേസൊക്കെ വന്ന? സാക്ഷരത പരിഹാരം അല്ലാണ്ട് വേറെ ഒന്നും നടക്കില്ല. കാരണം ഈ ഫെൻസിങ് ഒന്നും ഇല്ലല്ലോ ഇവിടെ. ഫെൻസിങ് ഒക്കെ അത് കുറച്ച് ദൂരം മാത്രം അതിലുള്ളൂ. ഫെൻസിങ് ഇല്ല. വർക്ക് ചെയ്യുന്നത് ഫെൻസിങ് ഒന്നും ഇട്ടിട്ടും ഇതിന് സാധ്യത വലിയ കാര്യമില്ലല്ലേ. ഇത് മരം ഇല്ല ചവിട്ടി. പകലൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേരൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇന്നലെ തന്നെ പിതിർക്കാടൊക്കെ 9:00 ആന മെയിൻ റോഡില് തമിഴ്നാട് നെല്ലക്കോട്ടെ അല്ലേ? നെല്ലക്കോട്ടെ. അപ്പൊ അതുപോലെയൊക്കെ ഇവിടെയും അത് രാവിലെ 9:00 അപ്പൊ ഇതുപോലെ എവിടെയും സംഭവിക്കാം. ആനകൾ വല്ലാണ്ട് ഒരിക്കലും ഇല്ലാത്ത പോലെ ഇപ്പൊ ആനകൾ കൂടി ഒരു 10-20 കൊള്ളായിട്ട് ഇതുപോലെ ആന ഇറങ്ങില്ല. പണ്ടൊക്കെ ഇവിടെ കൃഷി ചെയ്തുകൊണ്ട്. നിങ്ങളിപ്പോ എത്ര വർഷമായിട്ട് ഇവിടെ താമസമുണ്ട്? നമ്മളൊരു 10-30 വർഷമൊക്കെ അതിന് മുന്നേ ഇവിടെ ആൾക്കാരില്ലേ? ഇതെല്ലാം കൃഷി ചെയ്തോണ്ട് ചേട്ടന് ഇപ്പൊ എത്ര വയസ്സായി? 72 വയസ്സായി. ഓ 67 വർഷം ഇവിടെ താമസിച്ചിട്ടുണ്ട്. അന്നൊന്നും പേടിക്കണ്ട. ഇത്രയും വർഷത്തിനിടയ്ക്ക് ഇപ്പഴാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നത്. ഏത് വാതിനകത്ത് ഏരിയം പോവാ. മൃഗങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ട് കാട്ടില്. 4 മണിക്കൊക്കെ എണ്ണം പെരുകി വല്ലാണ്ട് പെരുകി. കാട്ടില് വേണ്ട തീറ്റ ഇല്ലാണ്ടായി എല്ലാരും പുറത്തേക്ക് ഇറങ്ങുക. ഇത് കൊറേ കഴിഞ്ഞു. അവിടെ കണ്ട കേണിച്ചറ കണ്ടില്ലേ? കടുവ ഇറങ്ങിയിട്ട് 4 പശുവിനെ. ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? അവരെല്ലാ സ്ഥലത്തും തന്നെ രാത്രി ഉറക്കില്ല. അവിടെ വിളിക്കും തന്നെ ഒരു 3-4 പ്രാവശ്യം അവര് പോകുന്നുണ്ടല്ലേ? അല്ല അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇത് വലിയ തീരുമാനം എടുക്കണം. ഇതിനെന്തറിയോ, നമ്മള് പണ്ട് പറഞ്ഞ പോലെ കാടും നാടായിട്ട് വേറെ തിരിച്ചാൽ ദേശീയ തലത്തിൽ വലിയ തീരുമാനങ്ങൾ വരണല്ലേ. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റൂല. വന്യമൃഗ നിയമം തന്നെ മാറ്റണം. കേന്ദ്ര സർക്കാർ വിചാരിച്ചിട്ട് വന്യമൃഗ നിയമം മാറ്റപ്പെടണം. കേരള സർക്കാരിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നാടും വേറെ തിരിക്കുക. 1 കിലോമീറ്റർ തന്നെ ആ 1 കിലോമീറ്റർ കെട്ട് പൊളിച്ചിട്ടില്ല ഇതുവരെ. അത്രയും സ്ട്രോങ് കെട്ടൂല. 3 മരം ഇവിടെ വന്നിട്ട് വീണ് ഈ മരുത് 2 പൊട്ടിയിട്ടില്ല. നന്നായിട്ട് കെട്ടിയാൽ പൊട്ടൂല. അങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് 2 കിലോമീറ്റർ കെട്ടിയത് മുഴുവൻ പൊളിഞ്ഞു പോയി. എന്താ കാരണം? അഴിമതി. ഇവിടെ നമ്മളെന്ന് വെച്ചാല് പണിക്കാർ നന്നായിട്ട് പണിതായിരുന്നു കൊടുക്കുമ്പോ വെച്ചാല് പോലീസ് ഹൗസിംഗ് ബോർഡാണ് ഇതിൽ എടുക്കുക. അത് 10% കമ്മീഷനിൽ അവര് മറിച്ചു കൊടുക്കും. ഫോഴ്സിന്റെ ഒരാൾ വേണം, പോലീസിന്റെ ഒരാൾ വേണം, നമ്മുടെ നാട്ടുകാരുടെ ഒരാൾ വേണം. അത് നിന്നിട്ട് പണിയെടുപ്പിച്ചാൽ യാതൊരു വിഷയമില്ല. ഈ 1 കിലോമീറ്ററിൽ ആന അതിന്റെ മുകളിൽ കയറി നിരങ്ങി കുടുങ്ങിയിട്ടുണ്ട്. ഇവിടെ തന്നെ അങ്ങോട്ടും മേല ഇങ്ങോട്ടും മേല. എന്നിട്ട് പോലും ഒന്നും പൊളിഞ്ഞിട്ടില്ല. മര്യാദക്ക് പണിയാത്തോണ്ടാണ്. അപ്പൊ അതാരും ചെയ്യുന്നില്ല, ആരും ശ്രദ്ധിക്കുന്നില്ല. നാട്ടുകാർക്ക് ഫെൻസിങ് യാതൊരു കാര്യമില്ല. ഒരു കാര്യം വലിയ കറണ്ടും ഇല്ലല്ലോ. കറണ്ട് ഉണ്ടെങ്കിൽ തന്നെ ഇവൻ മരവോ ഒരു കാര്യം ചവിട്ടി എല്ലാം കൊമ്പിന് കറണ്ടടിക്കില്ല. കറണ്ടടിക്കില്ല. നമ്മുടെ നഖത്തിന് കറണ്ടടിക്കില്ല എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇവന്റെ കൊമ്പിന് കറണ്ടടിക്കില്ല. അവർ തട്ടി പൊട്ടിക്കും. പിന്നെ അതിന് അത്യാവശ്യം കാര്യങ്ങൾ അറിയാം. പിന്നെ ബുദ്ധിയുണ്ട്. ഇതിനെക്കാട്ടും വലിയൊരു സാധനം ഉണ്ട് ഇവിടെ, കാളങ്ങളായിട്ട് പറഞ്ഞത്. അവന് അത്ര ശല്യമില്ല. പക്ഷെ നേരെ മുട്ടിയാൽ ഇതുപോലെ മുട്ടിപ്പോകുന്നുണ്ടോ? ഒഴിവാകാൻ സ്ഥലമില്ല. അങ്ങനെ വരുമ്പോഴാണ് മുട്ടിപ്പോകുന്നത്. അല്ലെങ്കിൽ ഞാനിപ്പോൾ എത്ര പ്രാവശ്യം വഴിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങോട്ട് മാറും. 5 മിനിറ്റ് അവിടെ നിർത്തും.
തന്നെ അങ്ങ് പോയിക്കോളും. അങ്ങോട്ട് മാറി നിൽക്കും. ഈ കഴിഞ്ഞ ആഴ്ച പുള്ളി ഒരു 3 സെക്കൻഡ് കഷ്ടിയുള്ളു. അവിടെ നിന്ന് ഈ കയറ്റം കയറി അവിടെ ഒരു റോഡ് പോകുന്നുണ്ട് ആ വീട്ടിലേക്ക്. അതിലൊന്ന് വന്നിട്ട് പുള്ളി 1 സെക്കൻഡ് കടന്നു ആന ആ വഴിക്ക് ഇങ്ങോട്ട് ഇറങ്ങി പോയതല്ലേ? എല്ലാം അണ്ണ് കുടിക്കുന്നു. ആണല്ലേ? ഇവരുടെ മകൻ തന്നെ 3 പ്രാവശ്യമായിട്ട് ആനേന്റെ മുമ്പിൽ. വലിയ ബുദ്ധിമുട്ടല്ലേ അവിടുത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ ചോദിക്കാൻ പറ്റില്ല. ഇതിന് കുഞ്ഞു മക്കള് പിള്ളേരും അല്ലേ? ഒന്നൊക്കെ പകലാവും. ഇതൊക്കെ ഒരു തട്ട് കെട്ടിയ വീടൊക്കെ പൊളിഞ്ഞു പോലല്ലേ? അത്രയല്ലേ ഉള്ളൂ. വലിയ വാർക്ക വീട് തകർന്നു പോകുന്നു. സാധ്യത പരിഹാരം എന്ന് പറഞ്ഞാൽ ഇത് നാടും വീടും തിരിച്ചിട്ട് കൃത്യമായിട്ടുള്ള പരിഹാരം വേണല്ലേ? ഇല്ലാണ്ട് ഒന്നും ഇത് ഈ തട്ടിക്കൂട്ട് പരിപാടി ഇതൊക്കെ തട്ടിക്കൂട്ട് പരിപാടി കൊണ്ടൊന്നും കാര്യമില്ല. പള്ളിയൊക്കെ എന്തുമാത്രം സമരം നടത്തി ഒരു കാര്യം ഉണ്ടായില്ലല്ലോ. വേറെ കാര്യമൊന്നും ഉണ്ടായില്ല. സമരം ചെയ്ത് വെറുതെ കുറെ പേര് കേസുണ്ടാവും. ഫോറസ്റ്റ് സാധാരണ ഉദ്ദേശം പറഞ്ഞാൽ അവര് നല്ല രീതിയിലാണ് ഇവിടെ എല്ലാവരുമായിട്ട് ഇടപെട്ടു. ഇപ്പൊ തന്നെ രാവിലെ 2 പ്രാവശ്യം വന്നു അല്ലേ? 3 പ്രാവശ്യം വന്നവര് ശേഷമല്ലേ ഇതേപോലെ നഷ്ടപരിഹാരം കൊടുക്കാന്നല്ലാണ്ട് വേറെ സാധ്യതമായിട്ട് അവർ ഇടപെടുന്നത് ചെയ്യാൻ പറ്റും. കൊമ്പിന്റെ കഷ്ണം ഉണ്ടെന്നല്ലേ? ആനയുടെയോ? നിങ്ങൾ കീഴിങ്ങോട്ട് ശീല് കഷ്ണം ഇത് വീണിട്ടുണ്ടായിരുന്നു. ഓ കൊമ്പിന്റെ ചീളല്ലേ? കൊമ്പിന്റെ ഇത്രയും വലിപ്പുണ്ടായിരുന്നു. ഇത്രയും വലുപ്പമുണ്ട്. എല്ലാരും കീറിക്കൊണ്ട് പോയി. ആനയുടെ കൊമ്പിന്റെ കഷ്ണം പൊട്ടിപ്പോയതല്ലേ? ഇതിന്റെ അകത്ത് പൊട്ടിക്കിടന്നല്ലേ? സാധ്യത പരിഹാരം ആക്കിയാൽ ഇതിന് നടപടിയാവില്ല. ഇത് ഫോറസ്റ്റുകാർ എല്ലാ 12 മണിക്ക് വിളിച്ചാലും അവർ വരും. അവരെപ്പോ 4 മണിക്ക് വിളിച്ചാലും അവർ വരും. പറഞ്ഞിട്ട് കാര്യമില്ല. ഉറക്കില്ലാണ്ട് പോയി അവരെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നതിന്റെ ഇരട്ടിയായില്ലേ? ഉള്ളവരില്ല സാധാരണ അവർ പടക്കം പൊട്ടിച്ച് ഒച്ചയിട്ടു വിളിച്ചാൽ വരും. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ആ ചേട്ടൻ പറഞ്ഞതും കേട്ടു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ആ ഒരു പ്രദേശത്തെ ആ ഒരു ദൃശ്യങ്ങളൊക്കെ കണ്ടു. ഇതിനു മുന്നേ നെയ്ക്കുപ്പ ഭാഗത്ത് വണ്ടികളൊക്കെ തകർത്തുണ്ട്. നമ്മളൊരു കാറ് തകർത്ത കാഴ്ചയൊക്കെ നമ്മൾ ഒരു മാസം മുന്നേ ഒക്കെ നമ്മൾ കണ്ടിരുന്നു. നെയ്ക്കുപ്പ ഭാഗത്ത് സ്ഥിരമായിട്ട് കാട്ടാനശല്യമുള്ള ഒരു സ്ഥലമാണ്. വയനാട് മേഖലയിൽ ഏറ്റവും കൂടുതൽ കാട്ടാനശല്യമുള്ള ഒരു പ്രദേശങ്ങളിൽ ഒരെണ്ണം തന്നെയാണ് നെയ്ക്കുപ്പ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വൈകിട്ട് ഒരു 6 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആനകളെല്ലാം തോട്ടങ്ങളിൽ കൂടെയും കൃഷി സ്ഥലങ്ങളിൽ കൂടെയാണ്. മുമ്പ് ഈ പുറകെ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ ആന സ്ഥിരമായിട്ട് വന്ന് വിഹരിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ്. എന്നാൽ ഇതൊക്കെ ജനവാസ മേഖലയും കൃഷിത്തോട്ടങ്ങളൊക്കെയാണ്. പക്ഷേ ജനങ്ങൾ വളരെ ദുരിതത്തിലാണ്. നമുക്ക് ആ ചേട്ടൻ്റെ വാക്കുകളിൽ നമുക്ക് വ്യക്തമാണ്. വളരെ ഭീതിയോടുകൂടി തന്നെയാണ് ജനങ്ങളിവിടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഏതായാലും ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണം എന്ന് തന്നെയാണ് ഇവരുടെ എല്ലാം ആവശ്യം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാനായിട്ടുള്ളത്. ഏതായാലും വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.